ഈ നായിന്റെ മോനൊക്കെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറ. നട റോട്ടിൽ കുഴിച്ചിട്ടിട്ട് കല്ലെറിഞ്ഞ് കൊല്ലണം ഇവനെയല്ല. അതിലും കൂടിയ എന്തെങ്കിലും ശിക്ഷയുണ്ടെങ്കിൽ അതാണ് ഇവനെല്ലാം കൊടുക്കേണ്ടത്. വല്ലാത്തൊരവസ്ഥ തന്നല്ലേ, ഒന്ന് കണ്ടോക്ക്. തെലങ്കാനയിലെ ഹനംകൊണ്ടയിൽ നടന്ന നടുക്കുന്നൊരു കൊലപാതകത്തിന്റെ വാർത്തയിലേക്കാണ്. ഗർഭിണിയായ ഭാര്യയെയും 2 പെൺമക്കളെയും യുവാവ് നീന്തൽക്കുളത്തിൽ മുക്കിക്കൊന്നു. മൂന്നാമതും പെൺകുഞ്ഞ് എന്നറിഞ്ഞതോടെ ആൺമക്കളില്ലാത്തതിന്റെ ദേഷ്യത്തിലാണ് ഈ കൊലപാതകം എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വളരെ നടുക്കമുളവാക്കുന്ന സംഭവം തന്നെയാണ്. ഒന്നല്ല 3 കൊലപാതകങ്ങളാണ് ഈ യുവാവ് ചെയ്തിരിക്കുന്നത്. ഗർഭിണിയായ ഭാര്യ, 2 പെൺമക്കൾ, ഭാര്യ ഫർഹാത്ത്, മക്കളായ 8 വയസ്സുള്ള ഉമേര, 6 വയസ്സുകാരി ആയിഷ എന്നിവരെയാണ് മുഹമ്മദ് അസറുദ്ദീൻ കൊലപ്പെടുത്തിയത്. പോലീസ് പറയുന്ന വിവരം ഇങ്ങനെയാണ്: ഇയാൾക്ക് മൂന്നാമതും ഫർഹാത്ത് ഗർഭിണിയാകുന്നു, അതും പെൺകുഞ്ഞാണ് എന്ന് അറിഞ്ഞതോടെയാണ് ഇയാൾ ഈ കൊലപാതകത്തിന് മുതിർന്നത്. പലതവണ ഫർഹാത്തിനെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചിരുന്നു, പക്ഷെ അവർ വഴങ്ങിയില്ല. മുൻപും 2 തവണ ഇതേപോലെ പെൺകുഞ്ഞാണ് എന്ന് അറിഞ്ഞപ്പോൾ ഗർഭചിത്രത്തിന് എന്താ പറയുക. ഇനി ഈ നായിന്റെ മോനെ ന്യായീകരിക്കാനും കുറെ പേരുണ്ടാവും. മൂന്നാമത്തതും പെൺകുട്ടിയായതിന്റെ പേരിലാണ് ആ 3 പേരെ കൊന്നത്. സ്വിമ്മിംഗ് പൂളിൽ തള്ളിയിട്ട് കൊന്നു. 2 പെൺകുട്ടിയെയും ആ അമ്മയെയും, വയറ്റിൽ കിടക്കുന്ന മൂന്നാമത്തെ കുഞ്ഞിനെയും. വല്ലാത്തൊരവസ്ഥ തന്നെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ പറയുക. എത്ര പേരാണ് കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്നതെന്നറിയോ? എത്ര പേരെന്നറിയോ ഒരു കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്നത്? ഞാനും ഒരു 4 വർഷം വരെ ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരുന്നിട്ടാണ് എൻ്റെ 2 മക്കളെ കിട്ടിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളെന്ന് പറയുന്ന വീടിൻ്റെ വിളക്കാണ്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക് ഉമ്മയെക്കാട്ടി സ്നേഹം ആരോടെന്നറിയോ? ഉപ്പയോടാണ്, അല്ലെങ്കിൽ അച്ഛനോടാണ്. അല്ലയോ നായിന്റെ മോനെ, ആ മക്കളുടെ മുഖം കണ്ടിട്ട് നിനക്ക് കൊല്ലാൻ തോന്നിയല്ലോടാ. അവന്റെ തലയിലെ തൊപ്പിയും അവന്റെ പൂറ്റിലെ താടിയും കണ്ടു കഴിഞ്ഞാൽ അവൻ എന്തോ വലിയ ഇസ്ലാമിന്റെ പണ്ഡിതനെന്നാണ് വിചാരിക്കുന്നത്. എന്താ ചെയ്യേണ്ടെന്നറിയോ? നടു റോട്ടില് പച്ചയ്ക്ക് കത്തിച്ച് കൊന്നുകളയണം ഇവനെയൊക്കെ. വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ. എത്ര 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 പേരെന്നറിയാം ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. എത്രയോ പേര് ഒരു കുട്ടീനെ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന. പല അമ്പലങ്ങളും പള്ളികളും ക്ഷേത്രങ്ങളും ചർച്ചുകളും കയറി ഇറങ്ങുകയാണ്. പല പല ആശുപത്രികളും. കുഞ്ഞുങ്ങളില്ലാത്തവരുടെ വിഷമം കുഞ്ഞുങ്ങൾക്ക് ഇല്ലാത്തവർക്ക് മാത്രമേ മനസ്സിലാവൂ. അയ്യോ എൻ്റെ പൊന്നാരമ്മോനെ, ഇവനെയൊന്നും വെച്ചണ്ടിരിക്കല്ല, ഈ ലോകത്ത് വെച്ചണ്ടിരിക്കാൻ പാടില്ല. സ്പോട്ടിൽ തീർത്തളയാ ഇവനെയൊക്കെ. സ്പോട്ടിൽ ഷൂട്ട് ഔട്ട് ചെയ്ത് അങ്ങ് കൊന്നുകളയണം ഈ മോനെ, അല്ലേ? അതല്ലേ ചെയ്യേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ പറയും വേറെന്തെങ്കിലും ചെയ്യണോ ഈ പുന്നാര മോന? അല്ലേ?